തനിക്ക് റെസ്പെക്റ്റ് കിട്ടിയിട്ടില്ല അല്ലേ? താനിത് കണ്ടോ? എനിക്ക് റെസ്പെക്റ്റ് പോയിട്ട് സ്നേഹം പോലും കിട്ടിയിട്ടില്ല. എന്റെ ഹസ്ബൻഡിന് റെസ്പെക്റ്റിന്റെയോ സ്നേഹത്തിന്റെയോ വില എന്താണെന്ന് അറിയില്ല. ഒരുപക്ഷെ നിങ്ങളുടെ ഭാര്യയ്ക്കും. പക്ഷേ നമുക്ക് രണ്ടുപേർക്കും അതിന്റെ വില അറിയാലോ. അപ്പൊ നമുക്ക് രണ്ട് നല്ല സുഹൃത്തുക്കളായിക്കൂടെ? ഞാനിവിടെ അവസാനിപ്പിക്കാൻ തീരെ എനിക്കിനി ഒരു തിരിച്ചുപോക്ക് വേണ്ട. അവര് ജീവിച്ചോട്ടെ. നിങ്ങളെ ഇഷ്ടമില്ലാത്ത ഒരാൾക്ക് വേണ്ടി നിങ്ങൾ മരിച്ചിട്ട് എന്താ കാര്യം? അവര് സുഖമായിട്ട് ജീവിക്കും. നഷ്ടം നിങ്ങൾക്ക് മാത്രമായിരിക്കും. പണമില്ലാത്തവൻ, കടം കയറി മുടിഞ്ഞവൻ, ഭാര്യ കളഞ്ഞിട്ട് പോയവൻ. പറ്റില്ല എനിക്ക് ഈ നാട്ടിൽ ജീവിക്കാൻ. കോപമണ്ടൂകം, കിണറ്റിലെ തവള. ആ ലോകത്തെക്കുറിച്ച് മാത്രമേ നിങ്ങൾ ചിന്തിക്കുന്നുള്ളൂ. അതിനപ്പുറത്തൊരു ലോകമുണ്ട്. അവിടെ നമ്മളെ ആവശ്യമുള്ളവരുണ്ട്. ആ നാട്ടിൽ തന്നെ നിങ്ങൾ ജീവിക്കണം. ഒരു സംഭവിക്കില്ല. അപ്പൊ ഞാൻ മരിക്കണ്ടല്ലേ? മരിക്കാം, പക്ഷെ ഞാൻ പറഞ്ഞല്ലോ, നഷ്ടം നിങ്ങൾക്ക് മാത്രമായിരിക്കും. ജീവിച്ചു കാണിക്ക്. ചത്ത തോൽക്കാതെടോ. ആത്മഹത്യ എന്ന ശ്രമം തികച്ചും പരാജയ. നിങ്ങൾ മരിച്ചു കഴിഞ്ഞാ 2 ദിവസം അവരോർക്കും. പിന്നെ എല്ലാം പഴയ പോലെ ആവും. അവരെ സംബന്ധിച്ച് നിങ്ങളെ ഒരു ശല്യമായി മാത്രമേ കണ്ടിട്ടുണ്ടാവൂ. അത് തീർന്നേ അവർ വിചാരിക്കൂ. നിങ്ങളും ഡിവോഴ്സ് ആയതാ? അതാണോ ഈ ഫ്രീഡം എന്ന് പറഞ്ഞത്? എടോ, ഇഷ്ടമില്ലാത്ത ബന്ധം മാനസികമായി വേർപെടുത്തുന്നതിന് ഡിവോഴ്സ് പേപ്പർ കയ്യിൽ കിട്ടണമെന്നുണ്ടോ? ഇറ്റ്സ് ഓൺലി എ ലീഗൽ പേപ്പർ. ദ ഡിസിഷൻ ഷുഡ് കം ഫ്രം യുവർ മൈൻഡ്. ഇന്ന് തീരുമാനം എടുത്ത ദിവസമാണ്. ആ വിലങ്ങ് പൊട്ടിച്ചെറിഞ്ഞ ദിവസം. ഞാൻ പോയ നിങ്ങൾ ചിലപ്പോൾ ഇവിടെ ആത്മഹത്യ ചെയ്തുന്നിരിക്കും. പക്ഷെ ഇപ്പോൾ നമ്മൾ നല്ല സുഹൃത്തുക്കളാണ്. അതുകൊണ്ട് ഇപ്പൊ തന്നെ മരണത്തെക്കുറിച്ച് ആലോചിക്കരുത്. എനിക്കിനി ജീവിക്കണമെങ്കിൽ പണം വേണം. പണം ദ മോസ്റ്റ് വാണ്ടഡ് ക്രിമിനൽ. നമ്മളെപ്പോലെ ഒരുപാട് പേര് ഈ ലോകത്തുണ്ടോ. എനിക്കൊരു ലക്ഷ്യമുണ്ട്. പണ്ടേ ഉള്ളൊരാഗ്രഹം കൂടിയാണ്. നല്ല കൂട്ടുകാരുണ്ടോ നിങ്ങൾക്ക്? ചത്താലും കൂടെ നിൽക്കുന്ന നല്ല കൂട്ടുകാർ. കല്യാണം വരെ കുറേ നല്ല സുഹൃത്തുക്കളുണ്ടായിരുന്നു. എന്തിനും ഏതിനും ജീവൻ കളയുന്ന കുറേ നല്ല സുഹൃത്തുക്കൾ. പക്ഷെ കല്യാണം കഴിഞ്ഞ് ഫ്രണ്ട്സ് ആരും വീട്ടിൽ വരുന്ന നമുക്ക് ഇഷ്ടമല്ലായിരുന്നു. ഒരു ദിവസം അവർക്ക് വേണ്ടി സുഹൃത്തുക്കളോട് എനിക്കത് പറയേണ്ടി വന്നു. അതോടെ അവരെല്ലാവരും എന്നെ വെറുത്തു. ചിലരിപ്പോഴും വിളിക്കും. അതിലൊരുത്തന്നെ എപ്പോൾ വിളിച്ചതേ ഡിവോഴ്സൊക്കെ അറിഞ്ഞ് വിളിച്ചതാ. കാര്യം പറഞ്ഞ കൂടെ നിൽക്കാൻ ഇപ്പോഴും ആ പഴയ കൂട്ടുകാരുണ്ടാവോ? ഉണ്ടെങ്കിൽ ഒരു 3-4 പേരെ കൂടെ കൂട്ടിക്കോ. വിഷ്വൽ മീഡിയ പ്ലാറ്റ്ഫോം എന്റെ ഡ്രീമാണ്. എന്റെ വിലങ്ങളെല്ലാം ഞാൻ പൊട്ടിച്ചെറിഞ്ഞു. ഇനി ഞാൻ എന്റെ ഡ്രീമിന്റെ പുറകിലായിരിക്കും. താനും കൂടിക്കോടോ. വാടോ. ഞാൻ വരുമല്ലേ? തനിക്കെന്താ അത്ര നാണം? കൈ പിടിച്ചതേ കല്യാണം കഴിക്കാനൊന്നും അല്ലടോ. അതിനി എന്റെ ജീവിതത്തിൽ ഉണ്ടാവില്ല. ചൂടുവെള്ളത്തിൽ വീണ പൂച്ചയാണ്.
എടോ, ഞാൻ നിങ്ങളെന്ന് കെട്ടിപ്പിടിച്ചോട്ടെ? എന്ത്? നിങ്ങളുടെ ഈ കൈ വെച്ച് എന്റെ തലയിലൊന്ന് തലോടാമോ? ഞാൻ വെറുതെ പറഞ്ഞതാണോ? എനിക്കിതൊക്കെ നഷ്ടപ്പെട്ടിട്ട് കാലം കുറയായി. എന്ന് പിടിച്ചേ. മോളെ, നീ ഒന്ന് ഫോൺ എടുക്കും മോളെ. ഞാനും എൻ മടി തന്ന് നിനക്ക് കൊത്തില്ല കാണോ. ഞാൻ എല്ലാം മാനേജ് ചെയ്തതല്ലേ, നിനക്ക് അറിഞ്ഞൂടെ? എനിക്ക് ദേഷ്യം വന്ന് എനിക്ക് കയ്യിൽ വിട്ടു പോകുന്നു. ഇത് നമ്മുടെ കുഞ്ഞിനെ എവിടെയാ കൊണ്ടുവച്ചിരിക്കുന്നത്? എന്തിനാ നീ കേസ് കൊടുത്ത്? നിങ്ങളില്ലാതെ എനിക്ക് പറ്റത്തില്ല. എനിക്ക് പേടിയാവുന്നു. ഞാൻ മാത്രമുള്ള ഇവിടെ. ഒന്ന് തിരിച്ചു വാ. ഈ ഒരു പ്രാവശ്യം കൊടുത്തില്ലോ, ക്ഷമിക്ക്. ഈ ഒറ്റത്തവള ഒരു പ്രാവശ്യം കൂടെ. ಇವಾಗ ನೀ ಇಲ್ಲಿ ಬರಬೇಕು. ಈ ಬಾರಿಯಲ್ಲಿ ಬೇವಾಸಿ ಮವಳೆ. എനിക്കൊരു മോളുണ്ടോ. ഇനി അവളുമായിട്ടൊരു യാത്ര പോകണം. എറൗണ്ട് ഇന്ത്യ ഇൻ 18 days. ഒരു സ്ത്രീയുടെ ജീവിതത്തിൽ അവൾക്ക് വേണ്ടതെല്ലാം ചെയ്തു കൊടുക്കണം. അവൾക്ക് ചിറകുകൾ നൽകണം. പറക്കട്ടെ അവൾ. പക്ഷേ അവൾക്ക് വേണ്ടി മാത്രം ഞാൻ ജീവിക്കില്ല. എനിക്ക് വേണ്ടി തന്നെ ജീവിക്കും. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുള്ളപ്പോൾ മരിക്കാൻ തോന്നുന്നത് എന്തിനാ? അല്ലെങ്കിൽ തന്നെ ആ തേർഡ് റേറ്റിന് വേണ്ടി ഞാൻ മരിച്ച ദൈവം എന്നെ മുടിനാലിൽ കൂടി നടത്തിക്കും. തിളച്ച് എണ്ണയിലിടും. It's my time, it's my life. Who are you? ഭക്ഷണം നൽകാതെ മാനസികമായി ദിവസങ്ങളോളം പീഡിപ്പിച്ചതാണ് മരണകാരണമെന്ന് പോസ്റ്റ്മോർട്ടത്തിൽ തെളിഞ്ഞു. മരിക്കുമ്പോൾ അസ്ഥികൂടം പോലെ മെലിഞ്ഞ തുഷാരിക്ക് 20 കിലോ മാത്രമായിരുന്നു ഭാരം. പഞ്ചസാര വെള്ളവും അരി കുതിർത്തതും മാത്രമാണ് തുഷാരിക്ക് നൽകിയിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു. മരണത്തിലേക്ക് മടങ്ങുമ്പോൾ പോലും ആ യുവാവ് താൻ ഇഷ്ടപ്പെട്ട പെൺകുട്ടിയുടെ പേര് പറയുന്നില്ല. അസാധാരണമായി കഴിച്ച കഷായത്തെ കുറിച്ച് പോലും പറഞ്ഞില്ല. അപ്പോൾ അത്രമേൽ ആ പെൺകുട്ടിയെ അയാൾ സ്നേഹിച്ചിരുന്നു എന്നത് ആ പെൺകുട്ടിക്കും അറിയേണ്ടതാണ്. എന്തായിരിക്കാം ഇത്തരത്തിൽ ഈ പെൺകുട്ടിയുടെ മനംമാറ്റത്തിന് കാരണം? രണ്ട് കുരുന്നു കുഞ്ഞുങ്ങളുടെ ജീവിക്കാനുള്ള ആഗ്രഹത്തെയും അവകാശത്തെയുമാണ് ഈ രണ്ടാൾക്കാർ കൂടി തല്ലി തകർത്ത് കളഞ്ഞത്. ഞാൻ കഷ്ടപ്പെട്ട് വളർത്തിയ കുട്ടികൾ എന്നെ വിട്ടുപോയി മറ്റൊരാളോടൊപ്പം സുഖമായി ജീവിക്കണ്ട എന്ന അതിഭീകരമായൊരു സ്വാർത്ഥത അവരെ കൊലപാതകത്തിന് പ്രേരിപ്പിക്കുകയാണ്. പാമ്പിനെ ആയുധമാക്കിയൊരു അരുംകൊല. മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിച്ച, നാം ഇതുവരെ കേട്ടിട്ട് പോലും ഇല്ലാത്ത തരത്തിലുള്ള ഒരു കൊലപാതകമാണ് നമ്മുടെ സ്വന്തം കേരളത്തിൽ അരങ്ങേറിയത്. എനിക്ക് വയ്യാടി, കനകാവയ്യ, വയറെല്ലാം ചവിട്ടി സഹിക്കാൻ പറ്റുന്നില്ല. ഇത്രയൊക്കെ കാണിച്ചിട്ട് അയാളുടെ കൂടെ തന്നെ അയാളുടെ കൂടെ നിൽക്കേണ്ടി വരുന്ന അവസ്ഥയാണ്. പറ്റുന്നില്ലടി. അത് നിർത്തിയിട്ട് പോവാണെങ്കിൽ എന്നെ കാണത്തില്ല. നോക്കിക്കോ, ഞാനെന്തേലും ചെയ്യുവാനെ കൊണ്ട് പറ്റത്തില്ല. என் உலகமே நீங்களும் அம்மாவும் தான். என்ன மன்னிச்சிருங்கப்பா, என்ன மன்னிச்சிருங்கம்மா. அவ்வளவுதான், முடிஞ்சு போச்சு எல்லாமே. இவன் கூடயும் என்னால வாழ முடியல. அவன் கொடுக்கற மென்டல் டார்ச்சர் என்னால தாங்க முடியல. உடல் ரீதியாவும் என்னால அவங்க கூட உண்மையாலுமே இருக்க முடியல. ரொம்ப டார்ச்சரா இருக்கு. டெய்லியும் மென்டலி என்ன அசால்ட் பண்றாங்க, फिजिकली इवन टॉर्चर बन रहा। हेलो वर्ल्ड, मेरा नाम अतुल सुभाष है। मैं तकरीबन 34 साल का हूँ, बैंगलोर में रहता हूँ।
तो मेरा मानना है कि मुझे खुद को ही खत्म कर लेना बेस्ट है मेरे लिए, क्योंकि जो मैं पैसे कमा रहा हूँ उसी से मैं अपने दुश्मन को बलवान बना रहा हूँ. Comes along, goes alone. Who are you to question me? Come